പോപ്പുലർ ഫ്രണ്ട് മുൻ ചെയർമാനായിരുന്ന ഇ അബൂ സാഹിബിൻ്റെ മകൾ കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു. അദ്ദേഹം വളരെ ഗുരുതരമായ രോഗാവസ്ഥയിലാണുള്ളതെന്നും മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും ജാമ്യം നിഷേധിക്കപ്പെടുന്നത് തുടർച്ചയായി 4 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന ഈ അബൂ സാഹിബിൻ്റെ വിവരങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PFI നിരോധനത്തെ തുടർന്നാണ് 4 വർഷം മുമ്പ് PFI നിരോധനത്തിന് തൊട്ടു മുമ്പായിട്ടാണ് PFIയുടെ മുൻ ചെയർമാനും PFIയുടെ സംഘാടകനുമായിരുന്ന ഈ അബൂബക്കർ സാഹിബിനെ NIA അറസ്റ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കുന്നത്. UAPA വകുപ്പ് പ്രകാരം ഈ രാജ്യത്തുള്ള തിഹാർ ജയിലിലടച്ച അദ്ദേഹത്തെ കഴിഞ്ഞ 4 വർഷമായി ജാമ്യം ലഭിച്ചിട്ടില്ല. നിരന്തരമായ കോടതി വ്യവഹാരങ്ങളിലൂടെ ഇത് സഞ്ചരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി, NIA കോടതി, സുപ്രീം കോടതി, ഈ കോടതികളിലെല്ലാം നിരന്തരമായ ജാമ്യാപേക്ഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീതിപീഠം ജാമ്യം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഭരണകൂടം നിരന്തരമായ രാജ്യത്ത് നടമാടുന്ന ഫാസിസ്റ്റ് നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ അബൂബക്കർ സാഹിബിൻ്റെ കാര്യത്തിൽ ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത് എന്നാണ് പൊതുവെയുള്ള വിമർശനം എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് UAPA പ്രകാരം ജയിലിൽ അടച്ചിരിക്കുകയാണ്. ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തെ കുറിച്ച് കോടതിയെ സമീപിക്കുമ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം നൽകാൻ കഴിയില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ കോടതികളിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത്. പക്ഷേ വളരെ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിലുള്ള അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കണമെന്ന നിരന്തരമായ ആവശ്യം പൊതുസമൂഹത്തിൽ നിന്നടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും 4 വർഷത്തോളമായി ജയിലിൽ കഴിയുന്ന അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു സമയത്ത് കോടതികളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ പഠിക്കാൻ വേണ്ടി മെഡിക്കൽ കമ്മിറ്റിയെ ഉണ്ടാക്കുകയും എയിംസിൽ ചികിത്സ നൽകുകയും ചെയ്തു. പക്ഷേ ആ ചികിത്സ അപര്യാപ്തമാണെന്നാണ് കുടുംബം പറയുന്നത്. പുറമേയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കണമെന്നും ഇവിടുത്തെ ഡോക്ടർമാർ നൽകിയ റിപ്പോർട്ട് എന്നുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ജാമ്യം തള്ളാൻ പോലും കാരണമായിട്ടുണ്ടെന്നും ഇതിലും രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുമാണ് കുടുംബത്തിൻ്റെ ആരോപണം എന്നുള്ളത്. ഏതായാലും നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി പരിശോധിക്കുമ്പോൾ UAPA എന്നുള്ള കരിനിയമമാണ് ജാമ്യം ലഭിക്കാൻ തടസ്സം നിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്. രാജ്യത്ത് ഭരണകൂടത്തിനെതിരെ, നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുന്ന ആളുകളെ അവരെ നേരത്തെ സ്റ്റാൻ സ്വാമിയുടെ അവസ്ഥ നമുക്കറിയാം. ഒരു സ്ട്രോ പോലും അനുവദിക്കാതെ അദ്ദേഹം ജയിലിൽ നരകയാതന അനുഭവിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അങ്ങനെ ഭരണകൂടയുടെ ഇരയായിട്ടാണ് അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം പിന്നീട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ അബൂ സാഹിബിൻ്റെ കാര്യത്തിലും ഇപ്പോൾ PFI മുൻ ചെയർമാനായിരുന്ന ഈ അബൂബക്കറിൻ്റെ കാര്യത്തിലും നടക്കുന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നേരത്തെ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ ആവർത്തനമാണ് യഥാർത്ഥത്തിൽ അബൂ സാഹിബിൻ്റെ കാര്യത്തിലും നടക്കുന്നുള്ളത്. നിരന്തരമായ കോടതി വ്യവഹാരങ്ങളിലൂടെ സഞ്ചരിക്കുക, നിരന്തരമായ റിപ്പോർട്ടുകൾ കൊടുക്കുക അന്വേഷണ ഏജൻസികൾ. ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് UAPA നിയമം എന്നുള്ള കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് ജാമ്യം തള്ളുക എന്നുള്ള ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. 73 വയസ്സാണ് നിലവിൽ ഈ അബൂബക്കർ സാഹിബിൻ്റെ പ്രായം എന്നുള്ളത്. അദ്ദേഹം ഗുരുതരമായ ക്യാൻസർ, പാർക്കിൻസൺസ് പോലുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഒറ്റയ്ക്ക് സ്വന്തമായി കാര്യങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. ഡൽഹിയിലെ ദീൻ ദയാൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഉണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ടായപ്പോൾ ഇവിടുത്തെ ജയിൽ അധികൃതർ അദ്ദേഹത്തെ കൊണ്ടുപോയത്. 2002 മുതൽ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. 4 വർഷത്തോളമായി ഗുരുതരാവസ്ഥയിൽ ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കഴിയുകയാണ്.
ആശുപത്രിയിൽ പോലും അങ്ങേയറ്റത്തെ നീതി നിഷേധത്തിന് അദ്ദേഹം ഇരയാകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. നെഞ്ചിലെ അണുബാധയും കടുത്ത ചുമയും കൂടാതെ രക്തത്തിലെ ഓക്സിജന്റെ അളവും കുറഞ്ഞു വരികയാണ്. ഇത് ഒരു തങ്ങൾക്കെതിരായ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചതിൻ്റെ പേരിൽ ഭരണകൂട വേട്ടക്കിരയാവുന്ന മറ്റൊരു ഇന്ത്യയുടെ മുഖമായിട്ട് ഈ അബു സാഹിബ് മാറുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ സംഘടനാ പ്രക്രിയയുടെ ഭാഗമായതുകൊണ്ട് ഫാസിസത്തിനെതിരായ ഭാഷയിൽ സംസാരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് അദ്ദേഹം ഇരയായിക്കൊണ്ടിരിക്കുന്നത്. 73 വയസ്സുള്ള ഒരു വൃദ്ധാവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നിരന്തരമായ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇത് എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ടുള്ള വിമർശനമായിട്ട് വരുന്നത്. ആമാശയ ക്യാൻസർ ബാധിച്ച അദ്ദേഹത്തിൻ്റെ ജീവൻ ഒരു മേജർ സർജറിയിലൂടെയാണ് നിലനിർത്തിയിരിക്കുന്നത്. വീട്ടിലായിരുന്നപ്പോൾ കൃത്യമായ മരുന്നും ഭക്ഷണ രീതികളും പിന്തുടർന്ന അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി 4 വർഷങ്ങൾ കൊണ്ട് ആകെ താറുമാറായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വലിയ അപകടാവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിൻ്റെ മകൾ പറയുന്നുണ്ട്. വളരെ കാലമായി പ്രമേഹ രോഗിയായ അദ്ദേഹം പാർക്കിൻസൺ രോഗത്തിൻ്റെ മഹാദുരന്തങ്ങൾ കൂടെ നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണ്. അപ്പോൾ NIA കസ്റ്റഡിയിലായിരുന്ന 20 ദിവസത്തിൽ നേരത്തെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് NIA കസ്റ്റഡിയിലേക്ക് വിട്ടപ്പോൾ അതിൽ 20 ദിവസവും അദ്ദേഹം NIA കസ്റ്റഡിയിലായിരുന്നപ്പോൾ 15 ദിവസവും ആശുപത്രിയിലായിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് ശേഷം അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ആ വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് NIA നടപടിയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ ജയിലിലടക്കുന്നത്, പിടിച്ചു കൊണ്ടുപോകുന്നത്, തിഹാർ ജയിലിലടക്കുന്നത്. ഏതായാലും കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല, ചികിത്സ നേരാവണ്ണം ലഭിക്കുന്നില്ല, ഭക്ഷണമോ മരുന്നോ അദ്ദേഹത്തിൻ്റെ രോഗത്തിന് അനുസൃതമായ, അപ്പോൾ പാർക്കിൻസും ക്യാൻസറുമുള്ള ആളുകൾക്കൊക്കെ കഴിക്കേണ്ട ഭക്ഷണക്രമവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ജയിലിലൊക്കെ അതിൻ്റെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള മരുന്നോ ഭക്ഷണമോ കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. രക്തത്തിൽ പ്രമേഹത്തിൻ്റെ അളവ് കൂടുമ്പോൾ ഇൻസുലിൻ നൽകുകയും കുറയുമ്പോൾ പഞ്ചസാര കലക്കി കൊടുക്കുകയും ചെയ്യുന്ന രീതി അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ശരീരഭാരം കുറഞ്ഞിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. അഥവാ അദ്ദേഹം ജയിലിലായ സമയത്ത് അവർ എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് എന്നതാണ്. അദ്ദേഹത്തിന് പ്രമേഹ രോഗമുണ്ട്. പ്രമേഹ രോഗം കൂടുമ്പോൾ അദ്ദേഹത്തിന് ഇൻസുലിൻ കൊടുക്കും, അത് കുറയുമ്പോൾ വീണ്ടും പഞ്ചസാര കലക്കി കൊടുക്കും. ഇത് വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നാണ് കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അബു സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തെ നിയമനാനുസൃതമായ ജാമ്യം എന്നുള്ള പൗരന്റെ മൗലികമായ അവകാശം അദ്ദേഹത്തിന് ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാസിസ്റ്റ് നടപടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം 4 വർഷങ്ങൾക്ക് മുമ്പ് ജയിലിലാവുന്നത്. ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എന്നുള്ളത്. നിലവിൽ ഹോസ്പിറ്റലിലാണുള്ളത്. പക്ഷേ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ട ഇന്ത്യ രാജ്യത്തെ പൗരന്മാർക്ക് അവകാശപ്പെട്ട ചികിത്സയും ജാമ്യവും UAPA പ്രകാരമുള്ള കരിനിയമം ചാർത്തിക്കൊണ്ട് രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ ശബ്ദത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് ഫാസിസം സ്വീകരിച്ചിരിക്കുന്ന നടപടിയുടെ ഭാഗമായിട്ട് ജയിലിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചികിത്സയോ മരുന്നോ ഭക്ഷണമോ ലഭിക്കാത്ത ഒരവസ്ഥ എന്നുള്ളത് അതീവ ഗുരുതരമാണ്, അതീവ വേദനാജനകമാണ്. ഏതായാലും കേരളത്തിലുള്ള പ്രമുഖരായ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കണമെന്നുള്ള പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. അപ്പോൾ നിരന്തരമായ ഈ ആവശ്യപ്പെടൽ പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്ന നിയമമായ UAPA കുറിച്ചും ചർച്ചകൾ നടക്കേണ്ടതുണ്ട്.